ഗ്രന്ഥത്തിന്റെ താളിയോല ഗ്രന്ഥങ്ങൾ കത്തിച്ച് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് ധരിച്ചത് അബദ്ധമായി. ഇന്ന് ആ ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. മാത്രമല്ല, മെക്കോളെ പ്രഭു മാക്സ് മുള്ളറെ കൊണ്ട് വേദം പൂർണ്ണമായിട്ടും ദുർവ്യാഖ്യാനം ചെയ്യിപ്പിച്ച് മെക്കോളെ പ്രഭുവിന്റെ ഭാഷയില്, ലോർഡ് മെക്കോളയുടെ ഭാഷയില്, I instruct you, Mr. Max Muller, you should misinterpret the Vedas. Hindus respect the Vedas, Hindus adore the Vedas, and Hindus worship the Vedas. You misinterpret the Vedas, and when the Hindus read those misinterpretation, the vacuum will be created in the mind of the Hindus. അല്ലയോ മാക്സ് മുള്ളറെ, ഹിന്ദുക്കള് വേദത്തെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, പൂജിക്കുന്നു. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം ആ വേദത്തെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കുക. യു മിസ്ഇന്റർപ്രറ്റ് ദ വേദാസ് ആൻഡ് പബ്ലിഷ് ദി വേദിക് കമന്ററി, so that when the Hindus read it, automatically a vacuum will be created in the minds of the Hindus. ആ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ഹിന്ദുക്കൾ വായിക്കുമ്പോൾ അവരുടെ മനസ്സില് തന്നെത്താൻ ഒരു ശൂന്യതയുണ്ടാവും. Let us fill that vacuum with the biblical message. ആ ശൂന്യത ബൈബിളിന്റെ സന്ദേശം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. വി ക്യാൻ ചേഞ്ച് ഇന്ത്യ, വി ഷുഡ് ചേഞ്ച് ഇന്ത്യ, ആൻഡ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ദാറ്റ്. ഇതായിരുന്നു ലോർഡ് മെക്കോളെ മാക്സ് മുള്ളറോട് പറഞ്ഞത്. ഒരു പുസ്തകം അദ്ദേഹം മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, ഒരു പുസ്തകം മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് അടുത്ത പുസ്തകം മിസ്ഇന്റർപ്രറ്റ് ചെയ്യുമ്പോ പറഞ്ഞു, ഐ കനോട്ട് ഡു ദാറ്റ്, ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഇത് മാക്സ് മുള്ളറുടെ വാക്കുകളാ, എന്റെ അല്ല. ഐ കനോട്ട് ഡു ദാറ്റ്, ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഐ ഫൈൻഡ് ദ ഗ്ലോറി ഓഫ് നോളജ് ഇൻ ദോസ് ബുക്ക്. അങ്ങനെയാണ് 56-ാമത്തെ വയസ്സില് ഭാരതത്തിലെ പൈതൃക സംസ്കൃത ഗ്രന്ഥങ്ങളെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം, ഒരു പേജ് വിവർത്തനം ചെയ്യാൻ 5 പൗണ്ട് ലോകത്തിലെ ഹയസ്റ്റ് സാലറി 120 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേജ് വിവർത്തനം ചെയ്യാൻ 5 പൗണ്ട് ഏറ്റുവാങ്ങി ഒരു പുസ്തകം വിവർത്തനം ചെയ്ത മാക്സ് മുള്ളർ ഇനി അത് ചെയ്യില്ല പറഞ്ഞു. അദ്ദേഹമാണ് തെറ്റായിട്ട് ആര്യൻ ഇൻവേഷൻ തിയറി ഉണ്ടാക്കിയത്. ആ തിയറി ഉണ്ടാക്കി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ കേൾക്കാൻ 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. മാക്സ് മുള്ളർ ആര്യൻ ഇൻവേഷൻ തിയറി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച ഹാളിൽ പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് അതേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അതേ ഹാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഇംഗ്ലീഷുകാര് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ്. അതേപോലെ പണ്ടുള്ള ഇന്ത്യക്കാര് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും പുറത്തുനിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാത്തിന്റെയും അവകാശം നമുക്കുണ്ട് എന്ന് വരുത്തി തീർത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഞാൻ ഉണ്ടാക്കിയത്. കൊച്ചിയിലും സാമൂതിരിയെയും ഉൾപ്പെടെ ആര്യപുത്ര എന്നാണ്. ആ മാക്സ് മുള്ളർ പിന്നീട് മാറി
48 പുസ്തകം എഴുതി ദ ബുക്ക് ഓഫ് ദി ഓറിയന്റൽസ്. ഇതിടയ്ക്ക് കയറി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, അത് കാലചക്രത്തില് ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചാലും, അത് ഔറംഗസീബിനെ പോലെ കത്തിക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ മാക്സ് മുള്ളറെ പോലെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചാലും ഈ രാഷ്ട്രം മരിക്കില്ല, മരിച്ചിട്ടില്ല. ഈ രാഷ്ട്രം നിലനിൽക്കും. അതിന് കാരണം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് മാത്രമേ ഈ രാഷ്ട്രത്തിലുള്ളൂ. സക്കീർ നായിക്കിനെ പോലെയുള്ളവരും ചില മുസ്ലിം പണ്ഡിതന്മാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരും പാതിരിമാരും ബിഷപ്പുമാരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു മതഗ്രന്ഥമാണ് ഉള്ളത്, ഒരു ബൈബിള് ക്രിസ്ത്യാനിക്ക്, ഒരു ഖുർആൻ ഹിന്ദുവിന്, മുസ്ലിമിന്. ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കാം, ഭാരതീയ ഗ്രന്ഥങ്ങളെ കുറിച്ച് മാത്രം ഒരു 10 മിനിറ്റ് സംസാരിക്കാം. വെറുതെ ചോദിക്കാണ്, ഈ ലോകത്തിൽ എത്ര കെമിസ്ട്രി പുസ്തകമുണ്ട്, എത്ര ഫിസിക്സ് പുസ്തകമുണ്ട്? 48 വർഷം പ്രതീക്ഷയുടെ അനുഗ്രഹം കൊണ്ട് പൈതൃകം ഒന്ന് മറച്ചു നോക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്ന നിലയിലും 40 വർഷം കൊണ്ട് വേദം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ളത് കൊണ്ടും ഇത്രയും വർഷമായിട്ട് 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്ന നിലയിലും ഞാൻ പറയുന്നു, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കളുടേത് 2000 അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000. അതിന് സംസ്കൃതത്തിൽ എഴുതിയ വ്യാഖ്യാനം 10,000-ഓളം. 16 ഭാരതീയ ഭാഷകളിൽ എഴുതിയ വ്യാഖ്യാനം 1,00,000-ഓളം. അപ്പൊ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? 2000-ഓളം ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ, 10,000 കമന്ററീസ് ഇൻ സാൻസ്ക്രിറ്റ്, പ്ലസ് 1,00,000 സബ് കമന്ററീസ് ഇൻ അതർ ഇന്ത്യൻ ലാംഗ്വേജ്. ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത്. അത് ആയിരക്കണക്കിന് വിഷയങ്ങളിലാണ് നമുക്കുള്ളത്. അത് ആയിരക്കണക്കിന് ആചാര്യന്മാരാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയതാണ്. അതാണ് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും. ഒരു പുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പുസ്തകം ഇസ്രായേലിലെ പ്രാകൃത ജനതയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടി ആയിരുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഇന്ന് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും വായിക്കാത്തത്. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജനതയ്ക്ക് വേണ്ടി എഴുതിയതാണ്. 1300 വർഷങ്ങൾക്ക് മുമ്പുള്ള അറേബ്യയിലെ ജനതയ്ക്ക് വേണ്ടി എഴുതിയതാണ്. മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി എഴുതിയതാണ് ഖുർആൻ. അതിൽ ആരാധ്യനായ പ്രവാചകൻ പറയുന്നുണ്ട്, 13 വർഷം കൊണ്ട് ഈ പ്രാകൃതരായ ജനതയെ മാറ്റാൻ ഞാൻ നടത്തിയ ശ്രമം വിജയിക്കുന്നു. അപ്പൊ അത് പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയതാ, ഇന്ത്യക്കാർക്ക് വേണ്ടി എഴുതിയതല്ലാതെ. അത് ഒറ്റ പുസ്തകം. ഇവിടെ ഈ ഭാരതത്തില് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം ലളിതമാണ്. ഓരോ മനുഷ്യനും ഓരോ താല്പര്യമാണുള്ളത്. പല മനുഷ്യർക്ക് പല താല്പര്യം. എല്ലാവരും ഒരേ നിറത്തിലുള്ള ഡ്രസ്സല്ല ഇടുന്നത്. എല്ലാവരും ഒരേ തരത്തിലുള്ള സിനിമയല്ല കാണുന്നത്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പാട്ട് കേൾക്കാനല്ല ഇഷ്ടം. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കറി കൂട്ടിയിട്ട് ഊണ് കഴിക്കാനല്ല താല്പര്യം. വൈവിധ്യമാർന്ന ഡ്രസ്സ്, വൈവിധ്യമാർന്ന വാഹനങ്ങള്, വൈവിധ്യമാർന്ന വീട്, വൈവിധ്യമാർന്ന സംഗീതം, വൈവിധ്യമാർന്ന സിനിമ, വൈവിധ്യമാർന്ന ചിത്രങ്ങള്, വൈവിധ്യമാർന്ന പട്ടണങ്ങള്, വൈവിധ്യമാർന്ന ജീവിതം. ആ വൈവിധ്യം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളില് ഭാരതീയർക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഗ്രന്ഥം കൊടുത്ത് ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. ഒരു പുസ്തകത്തിനകത്ത് എല്ലാം ഉണ്ടെന്ന് പറയുന്നത്. 2,
ഒരു ആചാര്യൻ വിചാരിച്ചാൽ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല. എത്ര പ്രഗത്ഭനായ വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം ഞാൻ ആരാധിക്കുന്ന വ്യക്തിയാ. എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ഒരുമിച്ച് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ പോലും വരുമ്പോ കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിന് എത്തിക്കാറുണ്ട്, വായിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, APJ അബ്ദുൽ കലാം എന്ന ശാസ്ത്രത്തിന്റെ അവതാര പുരുഷൻ വിചാരിച്ചാൽ സ്പേസ് സയൻസിനെ കുറിച്ച് എല്ലാ കണ്ടന്റും എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ ഒരാൾക്ക്? പറ്റില്ല. ഹരിഗോവിന്ദ ഖൊറാനോ വിചാരിച്ചാല് ബയോകെമിസ്ട്രിയിൽ എല്ലാ പുസ്തകം എഴുതാൻ പറ്റുമോ? CV രാമൻ വിചാരിച്ചാല് ഫിസിക്സിലെ എല്ലാ പുസ്തകവും എഴുതാൻ പറ്റുമോ? ഇല്ല. ലോകത്തിലെ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ, അതും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മനുഷ്യൻ വിചാരിച്ചാല് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ധാരണ അബദ്ധം. അറിയണം നിങ്ങള്. അതുകൊണ്ട് ഭാരതീയർക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങള് ആയിരക്കണക്കിന് ആചാര്യന്മാരാണ് എഴുതിയത്. അത് യുക്തിസഹജമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക. 1950 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. 50 അതിനുശേഷം അതിനകത്ത് എത്ര മാറ്റങ്ങൾ വരുത്തി, എത്ര അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ വരുത്തി. 50 എഴുതിയ ഭരണഘടനയില്, എത്രയോ പണ്ഡിതന്മാര് ചേർന്നെഴുതിയ ഭരണഘടനയില് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്താൻ കാരണം എന്താണ്? ഏത് രാജ്യവും മുമ്പോട്ട് പ്രയാണം ചെയ്യുമ്പോ പഴയ നിയമങ്ങൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ആപ്ലിക്കബിൾ അല്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം എല്ലാ കാലഘട്ടത്തിലേക്കും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഋഗ്വേദം നിങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. ഭാരതത്തിലെ ഋഗ്വേദം ഒരു പുസ്തകമല്ല, 26 പുസ്തകമാണ്. യജുർവേദം 108 പുസ്തകമാണ്. സാമവേദം 1001 പുസ്തകമാണ്. അഥർവവേദം 52 പുസ്തകങ്ങളാണ്. 52. ശിക്ഷാ ഗ്രന്ഥങ്ങൾ 18 പുസ്തകങ്ങളാണ്. നിരുക്തം 18 പുസ്തകം, വ്യാകരണം 18 പുസ്തകം, ഛന്ദശാസ്ത്രം 18 പുസ്തകം, കൽപ്പശാസ്ത്രം 18 പുസ്തകം, ജ്യോതിഷം 18 പുസ്തകം, പുരാണങ്ങൾ 18, ഉപപുരാണങ്ങൾ 18, രാമായണം എന്ന പുസ്തകം, രാമായണം, വാൽമീകി രാമായണം എന്ന പുസ്തകം കേരളത്തില് 243 തരത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം കാലഘട്ടം മാറുമ്പോൾ രാമായണത്തിൽ പോലും അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതം ഇന്ന് നിലനിൽക്കുന്നു. മെസോപ്പൊട്ടേമിയയും ഗ്രീക്കും ബാബിലോണിയായും റോമ സംസ്കാരവും മണ്ണടിഞ്ഞു പോയി. ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ കത്തിച്ചിട്ടും ഇന്നുമുണ്ട്. ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടും ഇന്നുമുണ്ട്. കാരണം ഈ ഗ്രന്ഥങ്ങൾ മാനവരാശിക്ക് വേണ്ടിയിട്ടായിരുന്നു. അടുത്ത വരിയിലേക്ക് ഞാൻ കടക്കാം. ഈ ലോകത്തിലെ 122 രാഷ്ട്രങ്ങൾ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണ്. 122 രാഷ്ട്രങ്ങളിലെ ദേശീയ മതം ക്രിസ്തുമതം, 69 രാജ്യങ്ങളിലെ ദേശീയ മതം ഇസ്ലാം മതം, 8 രാജ്യങ്ങളിലെ ദേശീയ മതം ബുദ്ധമതം, 1 രാജ്യത്തിലെ ജൈനമതം, 1 രാജ്യത്തിലെ ജൂതമതം, 1 രാജ്യത്തിലും ഹിന്ദുമതം ദേശീയ മതമായിട്ടില്ല. നേപ്പാളിലുണ്ടായിരുന്നു. CPM നേതാവ് യെച്ചൂരി അവിടെ ചെന്ന് അത് കൊളമാക്കിയിട്ട് വന്നു, ജന്മസാഫല്യം കിട്ടിയിട്ട്. യെച്ചൂരി അത് ചെയ്തത്. ആ പേര് ഞാൻ 5 പ്രാവശ്യം എടുത്തു പറയാം. ഒരു സ്ഥലത്തും ഹിന്ദുധർമ്മം ദേശീയ മതമായിട്ടില്ല. എന്നിട്ടും ബൈബിള് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഖുർആൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഭാരതത്തിലെ വേദങ്ങള് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് പറയാൻ സാധിക്കണം, ലോകത്തിലെ 730 കോടി ജനതയില് കഷ്ടിച്ച് 100 കോടി ജനത മാത്രമേ ഹിന്ദുക്കളുള്ളൂ. 100 കോടിയേ ഉള്ളൂ. 6ൽ ഒരാളെന്ന് പറയാറുണ്ട്. 7ൽ ഒരാളാണ് സത്യം. 6ൽ ഒരാള് ഹിന്ദുക്കളാണ്. ആ ഹിന്ദു ധർമ്മത്തിന്റെ
10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ പൈതൃകത്തെ യുനെസ്കോ അത് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മിക്കാം, യുനെസ്കോ അല്ല UNO എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഋഗ്വേദത്തിലെ അവസാനത്തെ ഒരു മന്ത്രമുണ്ട്, അതിനൊരു പേരുണ്ട്, ഐകമത്യ സൂക്തം. സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാ വസ്തു സഹാസതി. 10 വരികളുള്ളൊരു മന്ത്രം. ആ മന്ത്രത്തെ ലോകത്തിലെ 239 രാജ്യങ്ങളുടെയും ഐകമത്യ സൂക്ത മന്ത്രമായിട്ട് UNO ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്രിസ്ത്യൻ രാജ്യവും പെടും, മുസ്ലിം രാജ്യവും പെടും. റഷ്യ ഉൾപ്പെടെ 239 രാജ്യങ്ങളിലെയും ദ മന്ത്ര ഓഫ് യൂണിറ്റി അതാണ് ഇത്. ഋഗ്വേദത്തിലെ നമ്മളിവിടത്തെ ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളും യുക്തിവാദികളും പറയാറില്ലേ, വേദം സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മലയുടെ കുണ്ടന്നൂര് തലയോല പറമ്പ് മലപ്പുറം കോഴിക്കോട് പിന്നെന്താ വിളിച്ച് ചേർത്തോളാം. നമ്മുടെ പൈതൃകത്തെ മലന്ന് കിടന്ന് തുപ്പിയവര് ഇവിടെ ഉണ്ട്, അവരെ ഉള്ളൂ ഇവിടെ. പക്ഷെ ഒന്നുണ്ട്, ഇവരാരൊക്കെ കുരച്ചാലും കാളവണ്ടി ചന്തയിലേക്ക് പോകും. അതാണ് UNOയും യുനെസ്കോയും ഇത് അംഗീകരിച്ചത്. ആ വേദമന്ത്രം ഞാൻ കണ്ടു നേരിട്ട്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ജൂലൈ 9 അമേരിക്കയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നാസയിലേക്ക് പോവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ അകത്തേക്ക് പെർമിഷൻ കിട്ടി. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ നാരായൺ ദ്രാവിഡ്, നമ്മുടെ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹമാണ് എന്നെയും ഡോക്ടർ സോമരാജൻ നായരെയും അങ്ങോട്ട് കൊണ്ടുപോയത്. ആ നാരായൺ ദ്രാവിഡ് എന്ന നാസയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞത്, മലയാളം അറിഞ്ഞൂടാ, ഞാൻ അത് മലയാളത്തിൽ നിങ്ങളോട് വിവർത്തനം ചെയ്ത് പറയുന്നു. Dr. Gopalakrishnan, the most surprising thing what I could see here is that every American scientist does his research by listening Veda mantra. നാസയിലെ കാര്യമാണ്. ഇവിടുത്തെ ഓരോ അമേരിക്കൻ ശാസ്ത്രജ്ഞനും വേദമന്ത്രങ്ങൾ ചെവിയിൽ വെച്ച് കേട്ടുകൊണ്ടാണ് റിസർച്ച് നടത്തുന്നത്. ഞാനത് കണ്ടു. കേട്ടാ ഞാൻ അത്രയും വിശ്വസിക്കില്ല. അകത്തുപോയി കണ്ടു. കാരണം ആ വേദമന്ത്രം നമ്മൾ സവർണരുടേതാണെന്ന് പറഞ്ഞ് അവഹേളിച്ച പുറംകാലുകൊണ്ട് തട്ടിയ വേദമന്ത്രം ലോകത്തിലെ ഏറ്റവും വലിയ റിസർച്ച് ലാബറട്ടറി, ഏറ്റവും ഉജ്ജ്വലമായ ഗവേഷണശാലയിലെ 36,000-ഓളം ശാസ്ത്രജ്ഞന്മാരില് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ അത് കേട്ടുകൊണ്ട് അവരുടെ ഗവേഷണം നടത്തുന്നു. ജൂലൈ 9 ഞാൻ അമേരിക്കയിൽ ഈ നാസയിൽ പോയത്. ജൂലൈ 12 വാഷിംഗ്ടണിൽ ഉണ്ടാവാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഞാൻ അറിഞ്ഞത് വാഷിംഗ്ടണില് അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോ രാവിലെ 9:30 മണിക്ക് ഉദ്ഘാടനം ചെയ്തപ്പോ 1/2 മണിക്കൂർ വേദമന്ത്രം ചൊല്ലിയിട്ടാണ് പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ ZED, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സെദ്, ഇന്ത്യക്കാരനാണ്, അമേരിക്കൻ സിറ്റിസൺ ആണ്. അദ്ദേഹം 1/2 മണിക്കൂർ വേദമന്ത്രം ചൊല്ലിയിട്ടാണ് അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കയിലെ സംസ്ഥാനങ്ങളില് 14 സംസ്ഥാനങ്ങളില് അസംബ്ലി സമ്മേളനം നടന്നത് വേദമന്ത്രം ചൊല്ലിയിട്ടാണ്. മഹാഭാഗ്യത്തിന് ഞാൻ ന്യൂയോർക്ക് വഴിക്കാ പോയത്. ജൂലൈ 4 KHNAയുടെ സമ്മേളനത്തിന് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. അവിടെ ജോർജ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ എന്നോട് പറഞ്ഞു, യു ഷുഡ് വിസിറ്റ് അവർ ഹോസ്പിറ്റൽ. ജോർജ് മാർട്ടിൻ അദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അമേരിക്കക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, 600 ബെഡ് ഉണ്ട് ഇവിടെ. 600 ബെഡിലും ഒന്നുകിൽ ന്യൂറോളജി അല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരാണ്. 600 ബെഡിലും വേദമന്ത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. 24 മണിക്കൂറും അവർ വേദമന്ത്രം കേൾക്കണം. അർത്ഥം അറിഞ്ഞിട്ടല്ല കേൾക്കുന്നത്, എങ്കിലും അതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഇത് ജോർജ് മാർട്ടിൻ എന്ന കാർഡിയാക് സർജനാ പറഞ്ഞത്. അപ്പൊ നമ്മള് നിരാകരിച്ച വേദം
നമ്മൾ തിരസ്കരിച്ച വേദം, അത് വരേണ്യവർഗത്തിൻ്റെതാണെന്ന് പറഞ്ഞ വേദം, അത് ലോകപ്രസിദ്ധമായ ആശുപത്രികളില്, ലോകപ്രശസ്തമായ ഭരണശിലാകേന്ദ്രങ്ങളില്, ലോകപ്രശസ്തമായ ഗവേഷണശാലകളില് രണ്ട് കയ്യും നീട്ടി ഇന്ത്യക്കാരല്ലാത്തവർ സ്വീകരിക്കുന്നു എങ്കില് നമ്മുടെ ഗ്രന്ഥത്തിന്റെ മഹത്വം ഇനിയും പറയാം കുറെ, പക്ഷെ പരിമിതിയുണ്ട് സമയത്തിന്. ഞാൻ 4 കൊല്ലം മുമ്പ് ലോസ് ഏഞ്ചൽസിൽ പോയിരുന്നു. കാലിഫോർണിയ എയർപോർട്ടിലാണ് ഇറങ്ങിയത്. ഞാൻ അവിടെ ഇറങ്ങിയപ്പോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA പഠിപ്പിക്കുന്ന ഒരു സർദാർജി ഉൾപ്പെടെ 2 പ്രൊഫസർമാര് എയർപോർട്ടിൽ നിന്ന് എന്നെ ലോസ് ഏഞ്ചൽസിലേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നു. ഒരു സമ്മേളനത്തിന് വേണ്ടി പോയതാണ്. അവര് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോ എന്റെ കയ്യിൽ തന്നത് ബിസിനസ് വീക്ക് എന്ന ഒരു മാഗസീനാണ്. നിങ്ങളിൽ ചിലരെ കേട്ട് കാണും, എല്ലാ ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 70 മില്യൺ കോപ്പികളാണ് ആ ബിസിനസ് വീക്ക്. ഇംഗ്ലീഷില്, പിന്നെ പല ഭാഷകളിലുണ്ട്. ആഴ്ചപ്പതിപ്പാണ്. 7 കോടി കോപ്പികള്. ആ നവംബർ 11 ആഴ്ചയിലെ ഇഷ്യൂ അത് എന്റെ കയ്യിൽ തന്ന് ഞാൻ നോക്കിയപ്പോ അതിന്റെ കവർ പേജില് ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന കളർഫുൾ ചിത്രമാണ്. കളർഫുൾ ചിത്രം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് പുസ്തകം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ആ കവർ പേജിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന വരി ഞാൻ ഇംഗ്ലീഷിൽ പറയാം, മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് ഇൻ US. BIZ. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ്. BIZ എന്ന വാക്കിന്റെ അർത്ഥം ബിസിനസ് കമ്മ്യൂണിറ്റി. ബിസിനസ് കമ്മ്യൂണിറ്റി. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ US. ആ പുസ്തകം മുഴുവനും ഭഗവത്ഗീത. മുഴുവനും ഭഗവത്ഗീത. എനിക്കൊരു ഭാഗ്യം കിട്ടി. ഞാൻ ഈ വർഷം 2014 മാർച്ചിലാണ് IIT ബോംബെയിൽ നിന്ന് MBA പാസ്സായത്. 2nd റാങ്കോടുകൂടി. അത് പാസ്സാവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. 7ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അതിന് ഞാൻ ഒരു പേപ്പർ, 20 പേപ്പറിൽ ഒരു പേപ്പർ ഭഗവത്ഗീത എന്റെ മാനേജ്മെന്റ് എടുത്തത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികള് കമ്പൽസറി പഠിക്കേണ്ടത് ഭഗവത്ഗീത. കമ്പൽസറിയാ പഠിക്കേണ്ടത്. ആ ഭഗവത്ഗീത ആൽബർട്ട് ഐൻസ്റ്റീന് 700 ശ്ലോകങ്ങൾ ബൈഹാർട്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാറുണ്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറം. എന്റെ സിദ്ധാന്തങ്ങൾക്കും എന്റെ തത്വങ്ങൾക്കും എനിക്ക് ആവേശം ലഭിച്ചത് ഭഗവത്ഗീതയിൽ നിന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ കയ്യിൽ ഭഗവത്ഗീത ഇല്ലാത്ത സമയമില്ല. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവചരിത്രം എഴുതിയ ഫ്രിഡ്ജ് ഓഫ് കാപ്ര, ശാസ്ത്രചരിത്രമേ എഴുതിയുള്ളൂ, മറ്റൊന്നും എഴുതിയില്ല. ആൽബർട്ട് ഐൻസ്റ്റീന്റെ സയന്റിഫിക് എഴുതിയ ഫ്രിഡ്ജ് ഓഫ് കാപ്ര ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. മറ്റ് 17 യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറാണ്. ആ ഫ്രിഡ്ജ് ഓഫ് കാപ്ര എഴുതിയത്, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ carried with him the Bhagavad Gita for the last 10 years of his life. അർത്ഥം മനസ്സിലായോ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷക്കാലം അദ്ദേഹം ഭഗവത്ഗീതയും കൊണ്ടാണ് നടന്നിരുന്നത് എന്ന് അത്ഭുതകരമായ ഒരു വസ്തുതയല്ല. അത് അത്രയും നാച്ചുറലാ. 1932 ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു മതം സ്ഥാപിച്ചു. ഇന്ന് ലോകത്തിൽ 9 മതമുണ്ട്. ആ മതവും കൂടി ചേർത്താൽ 10 മതം. ആ മതം ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ചപ്പോ ആ മതത്തിന്റെ ആധികാരിക മതഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ച മതത്തിന്റെ പേര് കോസ്മിക് റിലീജിയൻ. ഇത് നിങ്ങളെ മനസ്സിൽ എവിടെയെങ്കിലും വെക്കണം. ഈ ലോകത്തില് 1% ബ്രെയിനെ ഇവിടുത്തെ മനുഷ്യൻ ഉപയോഗിക്കാറുള്ളൂ. തലച്ചോറിന്റെ കപ്പാസിറ്റിയുടെ 1% നമ്മളെല്ലാം ഉപയോഗിക്കാറുള്ളൂ. ലോകത്തിലെ ഒരാള് മാത്രമാണ് തലച്ചോറിന്റെ കപ്പാസിറ്റിയുടെ 1.1% ഉപയോഗിച്ചത്. അത് ആൽബർട്ട് ഐൻസ്റ്റീനാ.
നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയുടെ 1.1% ഉപയോഗിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീന. 1.15 ഉപയോഗിക്കുന്നത് 1.15. അത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇത്തിരി മാറ്റി പറയാം. 1.2% വിചാരിക്കാം. 1%ന് പകരം ആൽബർട്ട് ഐൻസ്റ്റീൻ 1.1, സ്റ്റീഫൻ ഹോക്കിൻസ് 1.2% ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ സംസാരിക്കാൻ അറിഞ്ഞൂടെ, ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റിയാണ്. തലയ്ക്കകത്ത് നിന്ന് വയറെടുത്ത് കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ടാണ് ഇദ്ദേഹം പുസ്തകം എഴുതാറുള്ളത്. സംസാരിക്കാൻ പറ്റുന്ന ആളല്ല സ്റ്റീഫൻ ഹോക്കിൻസ്. അപ്പോ ആ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം ഭഗവത്ഗീത. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചത് റോബർട്ട് ഓപ്പൺഹീമർ മൻഹാട്ടൻ എക്സ്പെരിമെന്റില്. ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും പ്രകാശവും കേട്ട് ഇദ്ദേഹം റോബർട്ട് ഓപ്പൺഹീമർ പറഞ്ഞ വരി, ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്തിദ യദിവാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഭഗവത്ഗീതയിലെ വരിക. ആയിരക്കണക്കിന് സൂര്യന്മാര് ഉദിച്ചുയർന്നതുപോലെ ഞാനിതാ കാണുന്നു ഭഗവാനെ എന്ന് BC 3140 അർജുനൻ വിശ്വരൂപം കണ്ട കൃഷ്ണനോട് പറഞ്ഞതുപോലെയാണ് തനി കാത്തലിക്കായ റോബർട്ട് ഓപ്പൺഹീമർ മൻഹാട്ടൻ എക്സ്പെരിമെന്റില് ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും പ്രകാശവും കണ്ട് പറഞ്ഞത് ഭഗവത്ഗീതയിലെ വരിയ. ഓർമ്മിക്ക, നിങ്ങൾ കേട്ട് കാണും. ഗോർബച്ചേവ് റഷ്യയിലെ മുൻ പ്രസിഡന്റ്. അദ്ദേഹം വാഷിംഗ്ടണിൽ വന്ന് അന്താരാഷ്ട്രീയ ആണവായുധ നിരോധന കരാറിനു വേണ്ടി ശ്രമിക്കുന്നു. ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഡിസാർമമെന്റ് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോർബച്ചേവ് അത്ഭുതകരമായ രീതിയിൽ തൊഴുകൈയോടെ നിന്ന് പറഞ്ഞത് സംഘാത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീത. എന്തിനാ ഇത്രയും ഞാൻ പറഞ്ഞറിയോ? ബന്ധമില്ലാത്ത 3 കാര്യമല്ല നിങ്ങളോട് പറഞ്ഞത്, ബന്ധമുള്ള 3 കാര്യം. ഒന്ന്, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഇക്വേഷൻ കണ്ടുപിടിച്ച E=mc² എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീന് ആവേശം നൽകിയത് ഭഗവത്ഗീത. ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺഹീമർക്ക് ആവേശം നൽകിയത് ഭഗവത്ഗീത. ആറ്റം ബോംബ് ഇനി ലോകത്തിൽ ഉണ്ടാവണ്ട എന്ന് പ്രസംഗിച്ച ഇദ്ദേഹത്തിന് ഗോർബച്ചേവിന് ആവേശവും ഭഗവത്ഗീത. അപ്പൊ ആലോചിച്ച് നോക്കാം, എത്ര ഗംഭീരമായിട്ടാണ് ഭഗവത്ഗീതയുടെ മാനേജ്മെന്റിന്റെ പോക്കെന്ന് നോക്കാം. എനിക്ക് കാഷ്വലി നിങ്ങളോട് പറയാനുള്ളത്, വിഷയത്തിൽ നിന്ന് മാറി ഒരു വരി പറയാണ്. മിനിമം ഹിന്ദു എന്ന് തല ഉയർത്തി നിന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ ആദ്യം പഠിക്കാം. തല ഉയർത്തി നിന്ന് പറയാൻ പഠിക്കാം. എന്നിട്ട് സെക്കൻഡായിട്ട് പറയാം, ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടില് ഒരു ഹിന്ദുവായി തന്നെ ജനിക്കാൻ ഭാഗ്യം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായവും 3-ാം അധ്യായവും 12-ാം അധ്യായവും വായിക്കാം. പിന്നെ ഒന്നും പഠിച്ചില്ലെങ്കിൽ വിരോധമില്ല. 2, 3, 12 അധ്യായങ്ങൾ അത് വെറുതെ വായിക്കാം. മുടി നിങ്ങൾ മാറാതിരിക്കില്ല. ഗോപാലകൃഷ്ണൻ ഉറപ്പ് തരുന്നു. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. ഞാൻ വേദത്തെക്കുറിച്ച് പറഞ്ഞു, ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഭാരത ഗ്രന്ഥങ്ങളിൽ ഏത് വേണമെങ്കിലും ഞാൻ പറയാം. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം. അഭിമാനത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി അല്ല. ഭാരതത്തിലെ ആയുർവേദ ഗ്രന്ഥങ്ങൾ, ആ ആയുർവേദ ഗ്രന്ഥങ്ങളിലെ ചരക